ദുബായ് വിമാനത്താവളത്തിലേക്കുള്ള യാത്രാക്കുരുക്ക് പരിഹരിക്കാൻ നടപടി ആരംഭിച്ചു. ടെർമിനൽ 1 യാത്ര എളുപ്പമാക്കുന്ന വിധത്തിൽ നിലവിലുള്ള മേൽപ്പാലത്തിന് വീതി കൂട്ടും. റോഡ് വികസനവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണവും ഇതോടൊപ്പം പൂർത്തിയാക്കുമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. നിലവിലുള്ള വാഹന ഗതാഗതത്തെ ഒരു വിധത്തിലും ബാധിക്കാത്ത വിധത്തിലാണ് ദുബായ് വിമാനത്താവളം ടെർമിനൽ 1 വികസന പ്രവർത്തനം. ഇതിനായി മേൽപ്പാല നിർമ്മാണത്തിന് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. കോൺക്രീറ്റ് സ്ലാബുകളും സ്റ്റീൽ ബോക്സുകളും ഉപയോഗിച്ചാകും പാലത്തിന്റെ നിർമ്മാണം. വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ഇത് സഹായിക്കും. 3 ലൈൻ മേൽപ്പാലമാണ് നിലവിലുള്ളത്. ഇത് 4 ലൈനുകളാക്കി മാറ്റും. 171 മീറ്റർ നീളവും 70 മീറ്റർ വീതിയും ഉണ്ടാകും പാലത്തിന്. ഇതോടെ മേൽപ്പാലത്തിലെ വാഹനങ്ങളുടെ ശേഷി 33% വർദ്ധിക്കുമെന്ന് RTA ചെയർമാൻ മതാർ അൽ താഹിർ അറിയിച്ചു. മണിക്കൂറിൽ 5600 വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന വിധത്തിലാണ് വികസനം പൂർത്തിയാക്കുക. സമീപത്തെ റോഡുകളുടെയും ലൈറ്റ് സംവിധാനങ്ങളുടെയും പുൽത്തകിടികളുടെയും നവീകരണവും ഇതോടൊപ്പം പൂർത്തിയാക്കും. ലോകത്തിലെ തിരക്കേറിയ വിമാനത്താവളമായ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള മറ്റു റോഡുകളിലും ഇതിന് സമാനമായ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. കാസാബ്ലാങ്ക സ്ട്രീറ്റിലെ സിഗ്നൽ സംവിധാനം, റാഷ്ദിയയിലെ പാലവും ടണലും, നാദൽ ഹമറിലെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമാണ്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.